ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴിയുടെ ഏറെക്കുറെ പൂർണ്ണമായ ഭാഗങ്ങളും പുറത്താകുമ്പോൾ മലയാള സിനിമയിൽ ലഹരി വ്യാപകമെന്നത് വ്യക്തമാവുകയാണ്. താൻ മെത്താഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കാറുണ്ടെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് സമ്മതിച്ചു. മലയാളത്തിലെ പല പ്രമുഖ നടന്മാരും കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടെന്നും എന്നാൽ പഴി എല്ലായ്പ്പോഴും തനിക്കും മറ്റൊരു നടനുമാണെന്നും ഷൈൻ പറയുന്നുണ്ട്. ഹോട്ടലിൽ താമസിച്ചത് ലഹരി ഉപയോഗിക്കാനും ഗൂഢാലോചനയ്ക്കുമെന്നാണ് ഷൈനിനെതിരായ എഫ്ഐആറിൽ പറയുന്നത്. എന്തായാലും സിനിമാ സെറ്റുകളിൽ ലഹരി എത്തിച്ചു നൽകാൻ പ്രത്യേക ഏജന്റുമാരുണ്ടെന്നും ഹോട്ടലിലെത്തിയത് വിദേശ മലയാളിയായ യുവതിയെ കാണാനാണെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. ഇതോടൊപ്പം സിനിമാ സെറ്റുകളിലേക്ക് ലഹരി എങ്ങനെയാണ് എത്തുന്നതെന്നും ഷൈൻ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമാ സെറ്റുകളിൽ ലഹരി എത്തിച്ചു നൽകാൻ പ്രത്യേക ഏജന്റുമാരുണ്ടെന്നാണ് ഷൈനിന്റെ മൊഴി. ഇതുപ്രകാരം എക്സൈസിന് കൂടുതൽ സിനിമാ സെറ്റുകളിലേക്ക് അന്വേഷണം നടത്താൻ സാധിക്കുമെന്നത് ഉറപ്പായി. താൻ കൊച്ചിയിലെ ഹോട്ടലിലെത്തിയത് വിദേശ മലയാളിയായ യുവതിയെ കാണാനാണെന്നും ഷൈൻ മൊഴി നൽകി. സ്വന്തം കാശ് മുടക്കിയാണ് മുറിയെടുത്തത്. യുവതി ഹോട്ടലിൽ മറ്റൊരു മുറിയിലായിരുന്നു. വിദേശ യുവതിയുമായി പരിചയമുണ്ടായിരുന്നു. തങ്ങൾ സ്ഥിരമായി ഫോണിൽ സംസാരിച്ചിരുന്നവരാണെന്നും ഇവരെ നേരിൽ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിലേക്ക് എത്തിയതെന്നും ഷൈൻ ടോം പോലീസിനോട് സമ്മതിച്ചു. താൻ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് എന്തായാലും വ്യക്തമായി തന്നെ ഷൈൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ലഹരി മരുന്നിന് ഗൂഗിൾ പേ വഴി പേയ്മെന്റുകൾ നൽകിയിട്ടുണ്ട്. ഇത് ആർക്കൊക്കെ എപ്പോഴെന്ന് ഓർമ്മയില്ലെന്നും ഷൈൻ പറയുന്നു. അതേസമയം ഹോട്ടലിൽ നിന്നുള്ള ഇറങ്ങിയോട്ടം ഭയന്നിട്ട് തന്നെയാണെന്നാണ് നടന്റെ വിശദീകരണം. തന്റെ പിതാവുമായി സാമ്പത്തിക തർക്കമുള്ളവർ മർദ്ദിക്കാൻ വരുന്നുവെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്നാണ് ഷൈൻ പോലീസിന് നൽകിയ മൊഴി. പിതാവ് ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. സിനിമയുടെ ലാഭവിഹിതത്തെ ചൊല്ലിയായിരുന്നു തർക്കം. അതുമായി ബന്ധപ്പെട്ടവർ തന്നെ മർദ്ദിക്കാൻ വന്നതാണെന്ന് കരുതി ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോഴും അവർ ഒളിച്ചു കളിച്ചു. ഇതോടെയാണ് സംശയം വർദ്ധിച്ചതും താൻ ഓടിയത് എന്നുമായിരുന്നു നടന്റെ മൊഴി. മെത്താംഫിറ്റമിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ലഹരി ഉപയോഗത്തെപ്പറ്റി ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഇത് മൂക്കിൽ വലിച്ചു കയറ്റുകയാണ് ചെയ്യാറുള്ളത്. കഞ്ചാവ് ഇടയ്ക്ക് ഉപയോഗിക്കും. കഞ്ചാവ് ആരെങ്കിലും കൊണ്ടുതന്നാൽ സെറ്റിൽ വെച്ച് തന്നെ അത് വലിക്കുമെന്നും ഷൈൻ പോലീസിനോട് സമ്മതിച്ചു. അതേസമയം വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നടൻ നിഷേധിക്കുകയാണ്. നടി വിൻസി അലോഷ്യസിനോട് തമാശ രൂപത്തിൽ പലതും പറഞ്ഞതല്ലാതെ അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും നടൻ വ്യക്തമാക്കി. സിനിമാ സെറ്റുകളിൽ ഇന്റേണൽ കമ്മിറ്റി ഉള്ളതായി കേട്ടിട്ടുണ്ട്. അല്ലാതെ അവർ ആരൊക്കെയാണെന്ന് തനിക്കറിയില്ല. അങ്ങനെ ആരെയും ഇതുവരെ സെറ്റിൽ കണ്ടിട്ടുമില്ലെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. അതേസമയം ഷൈൻ ടോമുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരനെ പോലീസ് തേടുന്നുണ്ട്. മലപ്പുറം സ്വദേശിയായ ഇയാൾ ലഹരി കച്ചവടം ബിസിനസ്സാക്കിയ ആളാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. കുറച്ചു കാലമായി പോലീസ് നിരീക്ഷണത്തിലുള്ള സജീറിനെ കിട്ടിയാൽ കേസിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്നാണ് കരുതുന്നത്. സജീറിനെ തേടിയാണ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഡാൻസാ സംഘം എറണാകുളം നോർത്തിലെ PGS വേദാന്ത ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയത്. അപ്പോഴായിരുന്നു ഷൈനിന്റെ ഈ രക്ഷപ്പെടൽ. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സജീറിന് സിനിമാ മേഖലയിലുള്ളവരുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ബംഗളൂരു, ഗോവ തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സജീർ കൊച്ചിയിലും സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കൊച്ചി ലഹരി കേസിൽ പിടിയിലായവരുടെ മൊഴികളിൽ നിന്നാണ് സജീറിനെ കുറിച്ചുള്ള നിർണായക സൂചനകൾ കിട്ടുന്നത്. ഇയാളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ബുധനാഴ്ച രാത്രി ഡാൻസാ സംഘത്തെ വേദാന്ത ഹോട്ടലിൽ എത്തിച്ചത്. രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ അവിടെ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും. സജീറുമായി ഷൈനിന് ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നതും. ഷൈൻ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒന്നും ലഭിക്കാത്തതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റ് തെളിവുകളും തേടേണ്ടി വരും. ഇയാളുമായി ബന്ധം പുലർത്തിയിരുന്ന മറ്റു മയക്കുമരുന്ന് കച്ചവടക്കാരെ കുറിച്ചുള്ള വിവരവും അന്വേഷിച്ചു വരികയാണ്. പോലീസും എക്സൈസും സജീറിനായുള്ള തിരച്ചിൽ വ്യാപകമാക്കി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായി ഷൈനിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നടത്തിയ ദുരൂഹമായ പണമിടപാടുകളും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് നീക്കം. 2000 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഇടയിൽ വ്യക്തികൾക്ക് കൈമാറിയ ഇടപാടുകളിലാണ് പ്രധാന സംശയം. സമീപകാലത്ത് ഇത്തരത്തിൽ നടന്ന 14 പണമിടപാടുകളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തും. ഈ ഇടപാടുകൾ ലഹരിക്ക് വേണ്ടിയുള്ള പണം കൈമാറ്റമായിരുന്നുവെന്നാണ് പോലീസ് സംശയം. എന്നാൽ താൻ പലർക്കും കടം കൊടുത്ത പണമാണ് ഇതെന്നായിരുന്നു ഷൈൻ നൽകുന്ന വിശദീകരണം. അതേസമയം ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഷൈനിന് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും എത്തേണ്ടതില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഷൈനിനെ ചോദ്യം ചെയ്ത ACPമാർ ഇന്ന് രാവിലെ യോഗം ചേർന്നിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യയാണ് യോഗം വിളിച്ചത്. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ സാമ്പത്തിക വിവരവും പോലീസ് വിശദമായി അന്വേഷിക്കും. ഇതിനായി ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് നോർത്ത് പോലീസ്. 1 മാസത്തിനിടയിലെ ഫോൺ വിളികളുടെ വിവരങ്ങളും ശേഖരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഈ ആഴ്ച ഷൈനിനെ വീണ്ടും ചോദ്യം ചെയ്യുക.
അതിനിടെ മയക്കുമരുന്ന് കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യമായി നടൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പോലീസ് ശേഖരിച്ച സാമ്പിളുകളുടെ ഫലം വന്ന ശേഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് സൂചന. മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് കണ്ടെത്താൻ നഖം, മുടി, മൂത്രം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നിന്ന് ഇതിന്റെ പരിശോധനാ ഫലം ലഭിക്കാൻ 1 മാസത്തോളം എടുക്കുമെന്നാണ് വിവരം. ലഹരി പരിശോധനയ്ക്കിടെ ബുധനാഴ്ച രാത്രി 11ഓടെ എറണാകുളം നോർത്തിലെ PGS വേദാന്ത ഹോട്ടലിലെ 3ാം നിലയിലെ മുറിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ഷൈനിനെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ്. എറണാകുളം സെൻട്രൽ ACP ജയകുമാർ, എറണാകുളം ACP രാജ്കുമാർ, നർക്കോട്ടിക് സെൽ ACP KA അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ 4.5 മണിക്കൂറാണ് നടനെ ചോദ്യം ചെയ്തത്. 2015-ലെ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോയെ അടുത്തിടെയാണ് തെളിവില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടതും. കൊച്ചി കടവന്ത്രയിൽ നടത്തിയ റെയ്ഡിലായിരുന്നു കൊക്കൈനുമായി ഷൈനും മോഡലുകളും പിടിയിലായത്. ആലപ്പുഴയിൽ യുവതിയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയ കേസിലും ഷൈനിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഒരു നടൻ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് വളരെ വിവാദമായിരുന്നു. പേര് പറയാതെയായിരുന്നു ഈ വെളിപ്പെടുത്തൽ. പിന്നാലെ സിനിമാ സംഘടനകൾക്കും മോശം അനുഭവമുണ്ടായ സിനിമാ സെറ്റിലെ ICCക്കും നടി പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലൂടെയാണ് നടൻ ഷൈൻ ടോം ചാക്കോയാണ് മോശമായി പെരുമാറിയ നടനെന്ന വിവരം പുറത്തു വന്നത്. ഇതിന് പിന്നാലെയായിരുന്നു ഷൈനിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും. അതേസമയം മാധ്യമങ്ങളിലൂടെ താരത്തിന്റെ പേര് പുറത്തു വന്നതിൽ വിൻസി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. നടന്റെ പേര് പുറത്തുവിട്ടത് ശരിയായ നടപടിയല്ലെന്നും വിൻസി പറഞ്ഞിരുന്നു. താനിപ്പോൾ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീണ അവസ്ഥയാണ് ഉള്ളതെന്നും ഒരാളുടെ സ്വകാര്യതയ്ക്ക് കോട്ടം വരുത്തിയത് അത്രയും മോശമായി പോയെന്നും വിൻസി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പരാതി ഒന്നും നൽകാതെ ആരെയും ഉപദ്രവിക്കാതെ എന്റെ നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലായിരുന്നു. ഇതിപ്പോൾ താൻ ഒരു തുറന്നു പറച്ചിൽ നടത്താതെ തന്നെ പേര് പുറത്തു വന്നത് അയാൾ ഉൾപ്പെട്ട സിനിമകളെ ബാധിക്കില്ലേ? അതിലെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയാൾ അഭിനയിച്ച സിനിമകൾ ഇനി ആരും എടുക്കാതിരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ടെന്നും തനിക്ക് മതിയായി എന്നും ഇനി എന്ത് സംഭവിച്ചാലും താൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതല്ലാതെ ഒരു പരാതിക്കും പോകില്ല എന്നുമായിരുന്നു വിൻസിയുടെ പ്രതികരണം. അതേസമയം നടനുമായി ഈ വിൻസി ഒരുമിച്ച് അഭിനയിച്ച ഈ ഒരു സിനിമയുടെ സെറ്റിൽ ഷൈൻ ടോം ചാക്കോ ഒരു വെളുത്ത പൊടി തുപ്പുന്നതടക്കം കണ്ടു തുടങ്ങിയ കടുത്ത ആരോപണങ്ങളും വിൻസി ഷൈനിനെതിരെ ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.